എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ളൊരു ട്രൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു ത്വരയിൽ വരുമായിരുന്നു. അപ്പോഴാണ് ഇന്ന് എൻ്റെ ഫോണ് നിലത്ത് വീണ് പൊട്ടി ചെന്ന ഭിന്നമായി പോയത്. അപ്പോൾ അത് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. ഈ അടുത്തായിട്ട് നമ്മുടെ ഇലക്ട്രോണിക് സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നം തോന്നുന്നത്. സബ് നാൾ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആറ്റംബർഗിൻ്റെ ഒരു ഫാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇപ്പം എൻ്റെ ഫോണ്, അജുവിൻ്റെ ഫോണ് അങ്ങനെ ശ്രദ്ധയില്ലാണ്ടായിരിക്കും, എന്നാലും ഏറെക്കുറെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നത്, ഞാനപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, പണ്ട് നമ്മൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കുമല്ലോ, ഫോണിലൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെക്കും. അപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയാണ് ഡിജിറ്റൽ വോൾക്കാനോസ് എന്ന് പറഞ്ഞിട്ട്, അത്താണി നെടുമ്പാശ്ശേരി അടുത്തുള്ള ഒരു കമ്പനിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ അവിടുന്ന് ഉള്ള അവസാന ദിവസം വർക്ക് ചെയ്തിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഡേ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വ്ളോഗൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നമുക്കൊന്ന് കാണാം. ഒരു 1 year ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കണ്ടിട്ട് എങ്ങനെയുണ്ട് എൻ്റെ എന്തെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരുമ്പോഴത്തേനും നമുക്ക് അവിടെ ഫോൺ പോയിട്ട് വാങ്ങാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ. ഹലോ, ഇന്ന് മെയ് 31. ഞാൻ 2 വർഷമായിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു, ഡിജിറ്റൽ വോൾക്കാനോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ഇന്ന് ഇറങ്ങാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് എൻ്റെ ഓഫീസിൽ. നെൽസൺ ചേട്ടനും അഖിൽ ചേട്ടനാണ് മെയിനായിട്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കാൻ. ഓണേഴ്സ് മുതലാളിമാരൊക്കെ അവരാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത് ഈ 2 വർഷമായിട്ട്. അപ്പോൾ ഈ 2 കുടുംബങ്ങളും ഓഫീസും ഓഫീസിലത്തെ കൊളീഗ്സ് എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ ഇപ്പോൾ ഇരിക്കണേ നെൽസൺ ചേട്ടൻ്റെ വീട്ടിലാണ്. നെൽസൺ ചേട്ടൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്താണ്. ഇവിടെ രാവിലെ തന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോകാൻ, പുഴയിൽ കുളിക്കാൻ പോകാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പോയ പ്ലാനൊന്നും നടന്നില്ല. ഒരു പുഴയുണ്ട്, പുഴയിൽ കുളിക്കാൻ പോകാന്ന് പറഞ്ഞു പോണതാ. 6 മണിക്ക് വന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നെൽസൺ ചേട്ടൻ്റെ ഇളക്കുട്ടി. ഇളക്കുട്ടി പറഞ്ഞിക്കൊണ്ടിരിക്കുക. ഹലോ, അവനാ? ഏയ്, കുറെ നാളായി. അത് നെൽസൺ ചേട്ടൻ്റെ അപ്പച്ചൻ. പറയടാ, എന്നിട്ടാ പറയാനുള്ളേ? സെൽഫി സ്റ്റിക്കിലൊക്കെ എടുക്കും. പറയടാ, ഗ്ലിംസ് എന്തെങ്കിലും പറയടാ മോനെ. സീസ്ത അഖിൽ ചേട്ടൻ്റെ വീട്. നമ്മൾ അഖിൽ ചേട്ടനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എണീറ്റിട്ടില്ലേ? ലാസ്റ്റ് ഡേയോ പെഗാസസ്. നമ്മൾ ഏതാ സാധനം? നമ്മൾ ചെയ്യുന്നത് ഡിസൈനാ, നല്ല കൊള്ളായിട്ടുണ്ട്. എവിടെയോ റെഡിയാവെന്ന് പറഞ്ഞിട്ട് പോണോ? ഇപ്പഴല്ലേ എണീറ്റേ? ഡോൺ ചേച്ചി മമ്മി എസ്കു. ഹലോ ഹലോ. മുട്ടന്നേ മുട്ടുമുട്ട് മുട്ടുമുട്ട് മുട്ടുമുട്ട്. ദിസ് ഈസ് ദ റൂം ഐ വാസ് ലിവ്ഡ് 2 year. എന്നിട്ടെല്ലാരും കുളിക്കണ്ടല്ലോ.
വഞ്ചിയുടെ ആൾക്കുണ്ട്. അപ്പൊ പ്ലാൻ നിർത്തിയപ്പോ നമ്മ കുളിക്കണല്ലേ? ഈ പുഴ ആകെ അഴുക്കണം. പണ്ടിങ്ങനല്ലായിരുന്നു. നല്ല നല്ല ശുദ്ധമായ നീന്തമാണ്. അപ്പുറത്ത് പോയ ഇതിന്റെ താഴെ പാലത്തിന്റെ താഴെ പൊളിച്ചാന്ന് തോന്നുന്നു. പാലും രാവിലെ തന്നെ കുളിക്കാന്ന് പറഞ്ഞു വന്നതാ. കുളത്തിന്റെ വൃത്തി കണ്ടിട്ടും ശോചനീയാവസ്ഥ കണ്ടിട്ടും കുളിക്കാൻ തോന്നാനുള്ള ഉണ്ടാക്കണ പ്ലാൻ എന്താക്കണ പറ. പുള്ളിയുടെ പ്ലാൻ ഉപേക്ഷിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. എവിടെന്ന് പറഞ്ഞേ? ഗോസ്റ്റ് ടെമ്പിൾ. കുളിക്കണ്ട പ്ലാൻ മാറ്റാണ്. ഇവിടെ കുറച്ച് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി പോകണം. ഭൂതത്താന്മാരെ അമ്പലം, അതായത് ഭൂതത്താന്മാര് പണിത ഒരു അമ്പലം ഇവിടെ ഉണ്ട്. അങ്ങനെ ഐതിഹ്യം. അപ്പൊ അത് കാണാൻ വേണ്ടി പോകണം. അപ്പൊ അത് കണ്ടുവരാം. കാരണം ഇവിടെ പുഴയിലാകെ വെള്ളമൊക്കെ ആകെ അഴുക്കായിട്ടൊക്കെ. ഓക്കെ, കണ്ട പുഴയല്ല, മൊത്തം മാറിട്ടാ. മൊത്തം നാട് മാറി കഴിഞ്ഞു. എത്ര കാലം ഇവിടേക്ക് വന്നിട്ട്? വെറുതെ ഭൂതത്തമ്മന്റെ അമ്പലം കാണാൻ ഭൂതത്തമ്മന്റെ അമ്പലം മറ്റേ മതിലൊക്കെ വെച്ച് കെട്ടി സംരക്ഷിച്ചേക്കും. ഭൂതത്തമ്മന്റെ അമ്പലം കാണാൻ നമ്മ തിരിച്ചു പോകണം. എന്നിട്ടെല്ലാ പ്ലാനും കൊളാണ്. വഴിയില്ലാത്ത വഴി കൂടെ ഒക്കെ പോകണം. ഡേഞ്ചറാ. അല്ല എങ്ങനെയുണ്ട് പ്രകൃതി? പ്രകൃതി പ്രകൃതി രമണി, പ്രകൃതി രമണീയല്ലേ? നോക്ക്, അങ്ങോട്ട് നോക്കൂ, ക്യാമറ അങ്ങോട്ട് നോക്കൂ. പോത്ത് ഡേഞ്ചറാ. ആകെ അഡ്വഞ്ചറാ അല്ലത്. അല്ലേ? രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ടാ? ഇവിടുത്തെ ക്ലീൻസിൻ്റെ കാര്യം പറഞ്ഞില്ല. ക്ലീൻസിനെ കാണിച്ചില്ല. ക്ലീൻസ് മോനെ, ക്ലീൻസ് പറ. ഞാൻ പോവല്ലേ? എന്നിട്ട് പറയാനുള്ളത് എന്താ? പിന്നെ എപ്പോഴെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് അങ്ങോട്ട് വിളിക്കാറ്. ഫാൻ എടുക്കാത്ത സൗണ്ട്. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് എല്ലാ ആഴ്ചയും വരുമല്ലോ? എല്ലാ ആഴ്ചയും വരാം തെറ്റാണെങ്കിൽ. കാണുന്നവർക്ക് പിന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് നെൽസന്റെ വീടാണ്. ഞാൻ പറഞ്ഞു നെൽസന്റെ വീട്ടിലാന്ന് പറഞ്ഞു. ഞങ്ങള് ഇവൻ ചിലപ്പോ സ്റ്റേ അടിക്കാനുണ്ടാവുമ്പോ ഇവിടെ കിടക്കാറ്. അല്ലെങ്കിൽ ഞാൻ മാത്രമാണെങ്കിൽ അഖിൽച്ചാൻ്റെ വീട്ടിൽ. എന്താണത്? തേങ്ങ. ഞാൻ വിചാരിച്ചു ഞാൻ പോണതിന് വിഷമം കാണിക്കണെന്ന്. ഇന്നലെ ചെക്കൻ അൽഫാം മേടിച്ചു വന്നു. അയ്യോ, കിങ്സ് എന്ന് പറഞ്ഞൊരു ഭക്ഷണ പ്രിയനാണ്. മെയിൻ എന്തിട്ടാന്ന് വെച്ചാൽ ഒന്ന് ഭക്ഷണവും ഒന്ന് അനിമയും അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട അനിമ ഏതാ? ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ്. പറഞ്ഞ സാധനം. പിന്നെ ഇവൻ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് അനിമ അല്ലേ? ഒരു കഥ ഉണ്ടായിരുന്നു എന്നുവെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ സ്പൈഡർമാൻ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടേ അഴ കിട്ടിയിട്ടുണ്ടാവില്ലേ? അതുമ്മ തൂങ്ങിപ്പിടിച്ച് നേരെ വാർപ്പുമ്പോൾ ചെന്നിടിച്ച് വീണ് ബോധം പോയി ഇല്ലേ? ഗെയിമൊക്കെ കളിക്കും. ഗെയിം അഡിക്റ്റ് ആണ്. കല്യാണം കഴിക്കില്ല അല്ലേ? നോ ഗേൾസ് റൂളുള്ള ആളാണ്. ഗേൾസ് പാടില്ല എന്നുള്ള റൂൾ. എന്ന് വെച്ച് കഴിഞ്ഞാ ഫുഡ് ഉണ്ടാക്കണം. അങ്ങനല്ല. പിന്നെ ആത്മാർത്ഥത, ഭയങ്കര ആത്മാർത്ഥത. കമ്പനിക്ക് വേണ്ടി 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ മനുഷ്യൻ ഗെയിം കളിക്കും, ഫുഡ്
സലീം കുമാർ പറഞ്ഞ ഒരു ഡയലോഗില്ലേ ഇങ്ങനെ വിശക്കുമ്പോ കഴിക്കും കിടക്കുമ്പോ ഉറങ്ങും അത്രേ ഉള്ളൂ നമ്മ ആ ഡയലോഗ് അത്ര ഉള്ളൂ ഗ്ലിൻസ് എന്നൊക്കെ. എൻ്റെ ലാസ്റ്റ് ഡേ ഓഫീസിൽ എന്താ പറയാനുള്ളത് എന്നെ ഞാനുള്ളൊരു നല്ല ഓർമ്മ പറഞ്ഞ് ഒരു തേങ്ങയില്ല. തേങ്ങ സെക്കൻഡ് ബാക്കി തേങ്ങ എന്റെ വായിൽ വന്നപ്പോഴും ഇവന്റെ വായിൽ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന സംഭവമാണ് എടാ സാബു എന്നുള്ളത്. സാബു എന്ന് പറഞ്ഞ അഭിജിത്ത് ഉണ്ട് ഓഫീസിൽ. അവന്റെ നിർത്തി അപ്പൊ ഈ ചെക്കൻ തേങ്ങ എടുത്തി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെക്കൻ തിരിഞ്ഞു നോക്കും സാബു എന്ന് വിളിക്കും. പാവം പിന്നാലെ പോയിണ്ട് ഒരുമിച്ച്. ഞാൻ ആദ്യമായിട്ട് പിന്നാലെ കാണാൻ പോയത്. ഒന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഇവന്റെ വീട് ഫോർട്ട് കൊച്ചി കേട്ടോ. ഫോർട്ട് കൊച്ചി സൗദി. ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്. ഇതൊക്കെ വാങ്ങിച്ചാണോ? സ്പെഷ്യലായിട്ട് വാങ്ങിച്ചാണോ? ഹലോ എന്താ കാണാൻ പറഞ്ഞില്ല ഞാൻ പോണ കേസ്. ഞാൻ പോണട്ടോ ഇന്ന് പോകും. വേറെ ചെറിയ പരിപാടി. എങ്ങനെയുണ്ട് തീരുമാനം? എങ്ങനെയുണ്ട്? നല്ല നല്ല അടിപൊളി തീരുമാനം. പണ്ട് മത്സരം ഇതേപോലെ തീരുമാനം എടുത്ത. അപ്പൊ നമ്മള് ഓഫീസിലെത്തിയിട്ടുണ്ട്. ഓഫീസ് ഞാൻ പറഞ്ഞില്ലേ എയർപോർട്ട് റോഡ് തന്നെയാണ്. കുറച്ച് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു നേഴ്സറി ഉണ്ട്. മൂൺ ലീഫ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ആ കാണുന്ന സംഭവം നേഴ്സറി. അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ കാണിച്ചു തരാം. സൂപ്പർ ഓഫീസല്ലേ. പുള്ളിയൊക്കെ ആരൊക്കെ നോക്കാം. അവിടെ 2 ഓഫീസ് ഉണ്ട്. 2 ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഡിജിറ്റൽ വോൾക്കാനോസ് പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമും അപ്പുറത്തൊരു 3D വിഷ്വലൈസിങ് വാക്ക് ത്രൂ ഒക്കെ ചെയ്യണ ഒരു ഫേം. അതാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ ആകെ 3 പേര് വന്നിട്ടുള്ളൂ. ഹലോ ഹലോ ചേച്ചി, ചേച്ചി, ഇന്നത് തസ്നി. യെസ് കുളിച്ചു. നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. എന്ത് യൂട്യൂബിലിടാൻ ചേച്ചിക്ക് എന്നിട്ട് പറയാറില്ല ഞാൻ പോണേല്. എൻ്റെ തീരുമാനം എങ്ങനെയുണ്ട്? ആസ് എ വെൽ വിഷർ ചേച്ചി എപ്പോഴും എന്നെ കുറെ ഉപദേശിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അനന്തുവിന്റെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കല്ലേ. നല്ല തീരുമാനം ആവട്ടെ, അത്രയ്ക്കുള്ളൂ എനിക്ക് പറയാൻ. പിന്നെ എന്താ പറയാ, എടുത്ത സ്റ്റെപ്പ് ശരിയായില്ലാന്ന് തോന്നി അപ്പൊ തന്നെ സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് പോരെ. കുറച്ചു കാലം കഴിഞ്ഞാലാണ് ഇതിന് വില ഉണ്ടാവുക. എൻ്റെ സിസ്റ്റം. ഞാൻ ഇവിടെ നിന്നിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അമ്മൽ അഭിജിത്ത് സൂപ്പർ ആയിട്ട്. എന്നിട്ട് എനിക്ക് പറയാനുള്ള ഞാൻ പോകും. ഗ്രാഫിക് ഡിസൈനർ അഭിജിത്ത്, ഡിസൈനർ അമൽ. അമല നിനക്ക് എന്നിട്ട് പറയാനുള്ള ലാസ്റ്റ് ഡേ ഓഫ് മൈ DV ഏറ്റവും ഗ്രാഫിക് ഡിസൈനർ അമൽ. ഉറപ്പാണോ? അമലൊക്കെ കരയുന്ന പറഞ്ഞാണ്. തസ്നി കരയും 2, നെൽസൺ ചേട്ടൻ കരയുന്ന പറഞ്ഞു 3. ചേച്ചി നീ കരഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ചെലവായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. എവിടെ? അല്ലെങ്കിൽ നമ്മ കുഴിമന്തിയും അല്ലെങ്കിൽ വല്ല നോൺ വെജൊക്കെ കഴിക്കുന്നതാ. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇപ്പൊ ശരവണ ഭവനിൽ വന്നേക്ക ഫുഡ് കഴിക്കാൻ. ഊണല്ലേ? വെജിറ്റേറിയൻ. എന്തിന് ചേച്ചി? ഹലോ
ഇവനെ പറഞ്ഞില്ല. ഇവന് ഇറങ്ങാൻ പോണ് ഈ മാസം. ഇത് ഇറങ്ങാനും പോവാ. അതല്ല ഞാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആണ് കേട്ടാ. എല്ലാവരും കാണാൻ ഭയങ്കര വിഷമമുണ്ട്. ചെറുതായിട്ട് പോടാ കാര്യമായിട്ട് കാണാൻ വിഷമമുണ്ട്. നമ്മൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇന്നാണ് നമ്മൾ തിരിച്ചു പോണത്. അപ്പോൾ എല്ലാവരോടും ഇവിടെയുള്ള എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഓഫീസിൽ പോകുന്നിട്ട് ഒരു ഉച്ചയോട് കൂടിയിട്ട് ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത്ര എന്തായാലും നിങ്ങളെല്ലാവരും കാണിക്കാം. ഇത് നമ്മുടെ സ്വന്തം നൂബ് ചേട്ടൻ, മൈന്യൂട്ടിന്റെ ആരാണ്? മൈന്യൂട്ടിന്റെ ആരാ? മൈന്യൂട്ടിനെ ചുക്കാൻ പിടിക്കുന്ന ചുക്കാനാ? എന്തെങ്കിലും പിടിക്കണ്ടല്ലോ. മീന ചേച്ചി അടുത്ത 5 വെറുതെ കാണാൻ എന്താ പറയാനുള്ള, ഞാൻ പോണെന്ന് കാണൂലട്ടോ. ആർട്ടിസ്റ്റ് വിശ്വചേട്ടൻ പ്രത്യേകിച്ച് എന്നായിട്ട് എത്ര പരിചയമില്ല അല്ലേ? വന്നിട്ട് കുറച്ചല്ലായിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ഞാൻ തിരിച്ചു വീട്ടെടുക്കുന്നില്ല. ചേച്ചിയുടെ പേരെന്തായിരുന്നു? റിയ. ഇതും പുതിയതായി എനിക്ക് അത്ര വലിയ പരിചയമില്ല. ഉറപ്പായിട്ടും നമ്മുടെ എവിടെ വീട്? ശരിക്കും കാര്യത്തിൽ പോണ് ബൈ ദ ബൈ. അടുത്ത ശ്രീജിത്തായിട്ട് പറ, എല്ലാം പറ. മുതലാളി ടീച്ചർ ഒന്നും പറയല്ലേ. ജെറിൻ ഇതും പുതിയ ആളായിട്ട് എത്ര പരിചയമില്ല. ഓക്കെ, താങ്ക് യു മൈ ഡിയർ അനന്തു. പറ, ഞാൻ പോണ്. ഇവിടെ പറയുകയാണ്. പോടാന്നാ പോടാന്നാ. ഇവനെ മൈന എന്ന് പറയുന്ന പേരിട്ട് കൊടുത്തവൻ ഇവനാണ്. ഞാനല്ല. മണ്ണിൻ്റെ ഉള്ളിൽ പങ്കിച്ചേട്ടൻ. ഞാൻ പോകുന്നു. മൈന്യൂട്ടിന്റെ മുതലാളി സോണിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോവാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ജിൻസൺ ചേട്ടൻ പറ, എന്തെങ്കിലും പറ. ഞാൻ പോവാണ്. ഇറങ്ങി പോണം. ഇവിടുത്തെ സേവനം അനുഷ്ഠിച്ചിട്ട് അനന്ത് നമ്മൾ ഇടയിൽ നിന്ന് പിരിഞ്ഞു പോകണം. അപ്പോൾ എന്തൊക്കെ സംസാരിക്കാനായിട്ട് ടോണി ആന്റണി പ്രിയ സുഹൃത്തുക്കളെ, 1.5 വർഷത്തെ നീണ്ട കാലയളവിലെ സുദീർഘമായ സേവനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിജിറ്റൽ വോൾക്കാനയുടെ ഒരു നട്ടെല്ലായിരുന്നു അനന്തു. വീഡിയോഗ്രാഫി മുതൽ എഡിറ്റിംഗ്, അതിനപ്പുറത്തേക്ക് എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് അനന്തു. ഇത് നമ്മുടെ സ്ഥാപനത്തിന് ഒരു നികത്താനാവാത്ത നഷ്ടമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് മുന്നേറിയേ പറ്റുള്ളൂ. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ തുടക്കമെന്നോണം ഇവിടെ നിന്ന് പിൻവാങ്ങുന്ന അനന്തുവിന് ഭാവിയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഗണേശനത്തോടുകൂടി നമ്മുടെ ദീപിയോട് ഇത് പറയുകയാണ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമായിട്ട് ആണ് പോണേ. ഒരു ബിസിനസ് അല്ല, ഒരു 5-6 ബിസിനസ് അവൻ ചെയ്യുന്നുണ്ട് തന്നെ. അപ്പൊ എല്ലാ ബിസിനസ്സും ഒരു ഉയർച്ചയിലേക്ക് എത്തട്ടെ. പുതിയ പുതിയ വഴികൾ വെട്ടിത്തെളിക്കട്ടെ, മുന്നേറാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു തീരെ നഷ്ടമാണ് അനന്തിന്റെ പോക്ക്. കാരണം നമുക്കറിയാം, വീഡിയോഗ്രാഫി ചെയ്യുന്ന അനന്താണ്, എഡിറ്റിങ് ചെയ്യും, പോസ്റ്റർ ചെയ്യും, പിന്നെ എന്നിട്ട് ചെയ്യാം, എല്ലാം
എല്ലാ A to Z കാര്യങ്ങൾ ചെയ്യുള്ളൂ നമുക്ക് വേണ്ടി. നമുക്കൊരു എന്താ പറയുക നികത്താനാവാത്തൊരു നഷ്ടമാണ്. പക്ഷെ നമ്മൾ അനന്തിനെ വിടാണ്ടിരിക്കാൻ പറ്റില്ല. അനന്തുവിന്റെ ഒരു എന്താ പറയാ ഒരു വളർച്ചയ്ക്ക് പോക്ക് അനിവാര്യമാണെന്നാണ് അനന്ത് വിചാരിക്കുന്നത്. അപ്പൊ അവൻ അങ്ങനെ തന്നെ പോട്ടെ. അവന്റെ ഇഷ്ടം നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. അവൻ പോയിട്ട് വിജയിച്ചു വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാവിയിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും വിജയങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും പിന്നെ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളൊരു സുഹൃത്താണ്. സങ്കടമുണ്ട് പോണേന്, പക്ഷെ അതുകൊണ്ട് പോകും. അനന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അനന്ത് ഇപ്പോഴും ഫ്ലെക്സിബിൾ ആണെന്നാണ് അഖിൽച്ചേട്ടൻ പറയണേ. എല്ലാ കാര്യങ്ങൾക്കും അനന്ത് ഉണ്ടാവും, വീഡിയോ എടുക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിനും. അനന്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അനന്തൊന്നും മിണ്ടില്ല അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചപ്പോൾ അനന്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ അനന്ത് ശരിക്കും ഓൾ ഇൻ ഓൾ എല്ലാ കാര്യത്തിനും ഉണ്ട്. അനന്ത് ഇനി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകാന്ന് പറഞ്ഞു. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ അതിനെ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ആ ഒരു ധൈര്യത്തിന് ആശംസകൾ നൽകാണ്. അനന്ത് പോണതിന് നല്ല വിഷമമുണ്ട്. പിന്നെ അതുമല്ല അനന്ത് ഞങ്ങൾ രണ്ടുപേരും ഏജ് ആയതുകൊണ്ട് നല്ല സപ്പോർട്ടീവ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ എല്ലാ സഹായത്തിനും അനന്ത് വരുന്ന പോകുന്നുണ്ടായിരുന്നു. അനന്തിനെ ആദ്യം അപ്പൊ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ആദ്യം പറഞ്ഞത് എന്താണ് നിങ്ങൾ മാത്രം പറഞ്ഞു. അങ്ങനെ എല്ലാ രീതിയിൽ പോട്ടെ, എല്ലാവരും ആശംസകളും ഉണ്ടാവും. ചില ആളുകൾ പുള്ളി ഡൗൺ ആണെങ്കിലും ക്ഷമയുള്ള ആളാണ് കൂടുതൽ. പിന്നെ ഞങ്ങൾ ഒരു അനിയനെ പോലെ പുള്ളിനെ കണ്ടാണ് ഇത്ര നാളും അങ്ങനെയാണ് കൊണ്ടുവരുന്നതും. പിന്നെ പറയാൻ വഴക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊരു അനിയൻ എന്നുള്ള രീതിയിൽ എടുത്താൽ മതിട്ടാണ്. പിന്നെന്താ ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ടാണ് ഞാൻ ആദ്യം കുറേ നെഗറ്റീവ് അടിക്കാറുണ്ട്, അത് ശരിയല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് നല്ല വിജയത്തിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൽമാനോ അങ്ങനെ ആരെങ്കിലും ചുമ എന്ന് പറഞ്ഞത് പിന്നെ ഡൗണായി, പിന്നെ വർക്കും വരയ്ക്കാവില്ലേ ചുമ വന്നത് അങ്ങനെ ഒരു പ്രശ്നം ഒരു നെഗറ്റീവ്. അത് വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭംഗിയാട്ടെ. കാര്യം ഇവന്റെ കൊടുത്ത് കഴിഞ്ഞ് ഇവൻ അത് ചെയ്യും കറക്റ്റായിട്ടൊക്കെ ചെയ്തു. പക്ഷെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവന്റെ ഭാഗത്ത് നോക്കുള്ള ഒരു ഓവറോൾ ചെക്കിംഗ് ഒന്നുമില്ല. തട്ട അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 കൃത്യനിഷ്ഠയില്ലായ്മ, ഒരു അച്ചടക്ക കുറവ്. പിന്നെ വീട്ടിലായാലും എന്താ പറയാ, വീട്ടിലായാലും മമ്മിയായാലും പപ്പയായാലും എല്ലാവരും ഇവനെ ഒരു അനിയനെ പോലെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ കണ്ടുകൊണ്ടിരുന്നത്. അതിലൊരു ഇതുണ്ടായില്ല. ഇവനും അതായിരുന്നു. എന്തായാലും ഇപ്പൊ ഇവന് ഫുഡ് ചിലപ്പോൾ ഉണ്ടാവില്ല വീട്ടില്. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് കഴിക്കാൻ പറ്റിയ ഫുഡ് ഉണ്ടാവില്ല, ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ അങ്ങനെയൊന്നും എല്ലാം കൊണ്ടും ഇതായിരുന്നു. അപ്പൊ ഫോണിൽ വിഷമമുണ്ട്, പക്ഷെ വിജയിക്കാൻ പറ്റേ. ലാസ്റ്റത്തെ ഉറപ്പായിട്ടും ഓർത്തിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇത്രയും കാലത്തൊരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓഫീസിനോട്. എല്ലാവരോടും നന്ദി പറയാണ്. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം. ബൈ ബൈ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ഇഷ്ടപ്പെട്ടോ? എന്റെ പഴയ വർത്തമാനങ്ങൾ, പഴയ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു. എന്റെ പഴയ വ്ളോഗ്. അജുവിനായിട്ട് നമ്മൾ ഫോണ് നന്നാക്കിണ്ടാവില്ലേ? കഴിക്കണ എനിക്കറിയാൻ വന്നിട്ടല്ല, ഇവന്റെ വെറുതെ ചോദിച്ചെന്നുള്ളൂ. അപ്പൊ ഇവന്റെ കയ്യിലായിരിക്കും കേട്ടോ ഇനി മുതൽ ക്യാമറ. പിടിച്ചോ, സൂക്ഷിച്ചു പിടിക്കണേ.
മൊബൈൽ കടയിൽ എത്തിയിട്ടുണ്ട്. മൊബൈൽ സർവീസ് ഷോപ്പ് കച്ചോട് പ്രൊമോഷനാവട്ടെ നല്ല മൊബൈൽ. വ്ളോഗ് ശരിയായാ സെറ്റായില്ലേ? ശരിയായിട്ടുണ്ടെന്ന് പറയണ്ട കേട്ടോ. ഒരു വ്ളോഗിൽ വരുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഓ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു നിമിഷങ്ങൾക്ക് മുന്നേ ചിന്ന ഭിന്നമായിട്ടിരിക്കുന്ന ഫോണായിരുന്നു. ഇതിന് എപ്പോഴാ റെഡി ആവാ? കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് പുതിയ ചെലവുണ്ടാക്കണമെന്നുണ്ടല്ലോ മൂലന്ന്. ഇത് പീൽ ചെയ്ത് സ്ക്രീൻ എങ്ങനെയുണ്ട്? ക്വാളിറ്റി കുഴപ്പമില്ല കേട്ടോ അല്ലേ? പണ്ടത്തെ പോലെ തന്നെ ഉണ്ട്. ഇതിന് വല്ല വാറന്റി ഒക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? എന്തായിരുന്നു പേരെന്തായിരുന്നു? നിയാസ് മലപ്പുറം തന്നെയാ? ഇങ്ങനെ രണ്ടുപേരും ഫ്രണ്ടുക്കളാ? എല്ലാവരും ആരെങ്കിലും ഒക്കെ ഈ ഭാഗത്ത് ഉണ്ടെങ്കിൽ ഫോണൊക്കെ എടുക്കാൻ കിട്ടില്ല. ഇവിടെ ഓഫറൊക്കെ ഉണ്ടോ? ഓഫർ ഉണ്ടല്ലേ? അപ്പൊ നിങ്ങക്ക് നഷ്ടല്ലേ? കേക്കൂട്ടതൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ കേട്ടോ. താങ്ക് യു. ഓക്കെ ശരി. ബാമോനെ വാടാ അടുക്ക്. നമുക്ക് ഫോണൊക്കെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കാം അല്ലേ? നമുക്ക് ജീവന്റെ കടയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അടച്ചിട്ടുണ്ടാവില്ല. ജീവന്റെ കട കാണിച്ചില്ല കേട്ടോ. ജീവനെ അറിയില്ല എല്ലാവർക്കും. അറിയില്ല പറഞ്ഞോടാ. ജീവനാണ് എന്റെ കൂട്ടുകാരൻ. കൂട്ടുകാരന് പിന്നെ ജീവനാണ്. ജീവനാണ് എന്റെ ജീവൻ. വണ്ടിയാ ചത്തേനെ. പോണത് നമുക്ക് ജീവന്റെ കടയ്ക്ക് 2 വഴി കൂടെ പോവാം. അങ്ങോട്ട് നോക്ക്. ഇതാണ് നമ്മുടെ ജീവന്റെ ഗെയിമിംഗ് ഹബ്. ഹാങ് ഗെയിമിംഗ് ഹബ് എന്നാണ് പേര്. ഹലോ ഹായ് പറ. കാണില്ലേ? ജീവന്റെ മമ്മി സുരേഷ് ബാബു ഇവിടുത്തെ രക്ഷാധികാരിയാണ്. ഇത് കണ്ടിട്ട് ആരെങ്കിലും ചായ തോന്നുന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ജീവന്റെ ട്വിൻ സിസ്റ്റർ കേട്ടോ അഞ്ജലി. ഇവിടെ ഒരാളുണ്ടല്ലോ. ഹായ് പറയടാ വ്ളോഗിനോട് എല്ലാരും ഹായ് പറ. തലഭാഗം എവിടാണാവോ? അവ ഉറങ്ങാ. എടാ ജീവൻ സെലിബ്രിറ്റി ജീവൻ നമുക്കൊന്ന് ഉഷ്ണിക്കണെന്ന് പറഞ്ഞ് ജീവൻ അവിടെ വണ്ടിയില് വെറുതെ കിടന്നുറങ്ങി. പറഞ്ഞു കൊടുറാ എന്തെങ്കിലും. അവര് കാണിച്ചോടാ, ബാബുന് കാണിച്ചോടുക്കൂ. ഞാൻ ശരിയാണല്ലോ. നീ പറയടാ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇതിനെ കുറിച്ച് പറ നീ. ഇതൊരു വലിയൊരു ഇതാണ്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രണ്ട് TV, 2 പ്ലേ സ്റ്റേഷൻ, 1 AC, 1 സുരേഷ് ഗോപി. 2 സ്ക്രീൻ. ഓക്കെ. 2 PS5. അത് 2 ഡിഫറെന്റ് വേർഷൻസ് ഓഫ് PS5 ആണ്. അതിലൊരു PS5 സ്ലിം എന്ന് പറയപ്പെടും, ഒരു PS5 നോർമൽ ടൈപ്പ്. അതിൽ PS5 സ്ലിമ്മിലുള്ളത് കോൾ ഓഫ് ഡ്യൂട്ടി, WWE, പിന്നെ ഫിഫ, PES, പിന്നെ ബാക്കി റെസ്ലിംഗോ ബാക്കി ഗെയിംസ് ഉള്ളതിലാണ്. ഇതിൽ മെയിനായിട്ട് തന്നെ മോർട്ടൽ കോംബാറ്റ്, ഗ്രാൻ തുറിസ്മോ,
പിന്നെ GTA 5 അങ്ങനത്തെ മെയിൻ ഗെയിംസ്. ഓ, എത്ര നാളായി ഈ സംരംഭം തുടങ്ങിയിട്ട്? ഇപ്പോൾ 3 months. ലാസ്റ്റ് വേണമെന്നൊക്കെ പറയണ്ട കേട്ടാ. പിടിക്കോടെ നീ. ആ പോടാ. ആ വണ്ടീനാണ് പിടിക്കണ്ടത്. അച്ഛ ആ വലിയ വണ്ടി വെച്ചിട്ട് അവര് പോണ. സമാധാനായി. പോയിന്റ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലത്തെ കിടിലം വീഡിയോസ് ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പെരിഞ്ഞന എവിടെയാണെന്ന് പറഞ്ഞെടുക്ക്. നിങ്ങളുടെ വെസ്റ്റ് ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റ് ഹാങ് ഓവർ ഗെയിമിംഗ് ഹബ്. സുരേഷ് ബാബു സൈനിങ് ഓഫ്. ഒരു ഫ്രീ ടൂർണമെന്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഫ്രീ ടൂർണമെന്റ് അല്ലേ? ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ഫ്രീ ആയിരിക്കും. ഫസ്റ്റ് പ്രൈസ് എന്താ? 1000 rupees. ഇപ്പൊ പിള്ളേരൊക്കെ വന്ന് കളിക്ക്, അടിച്ച് ചീറി പൊളിച്ച് വരണ്ടല്ലേ. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.